നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും 1000 ആശംസകൾ നേരുന്നു. കാലഭൈരവ ഭൂതത്താൻ തമ്പുരാൻ ക്ഷേത്രത്തിലെ എല്ലാ അമാവാസി തോറും നടത്തി വരുന്ന അമാവാസി പൂജ 2026 മാർച്ച് മാസം 18-ാം തീയതിയാണ് നടത്തുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും. ഗണപതി ഹോമം, ഭഗവതി സേവ, 10 മണിക്ക് മൃത്യുഞ്ജയ ഹോമം, 4 മണിക്ക് യമരാജ ഹോമം, സപ്തപൂജകൾ, 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണി തൊട്ട് 7 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, കരിക്ക്, തേന് തുടങ്ങിയ ദ്രവ്യ അഭിഷേകങ്ങൾ, വളരെ ഭസ്മാഭിഷേകവും പുഷ്പാഭിഷേകവും ദീപ ആരതികളും, അതേപോലെ ഭദ്രകാളിക്ക് കുരുതി പൂജകളും കുരിശി പൂജകളൊക്കെ നടത്തുന്ന ഒരു ക്രിയാ പദ്ധതികളും കൂടി ഉണ്ട്. കുമ്പളങ്ങ ദീപം ഭഗവാന് വളരെയധികം ഇഷ്ടം തോന്നിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഭക്തജനങ്ങളുടെ എല്ലാ വിഷമതകളും ശത്രുതകളും മാറിക്കിട്ടുന്നതിന് വേണ്ടി ഭഗവാന് ദർശനം നടത്തുമ്പോൾ നമുക്ക് ഉള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. പൂർവികമായിട്ടുള്ള ദേവശാപം, ബ്രാഹ്മണശാപം, സർപ്പശാപം, പിതൃശാപം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനും ഈ ക്ഷേത്ര ദർശനം കൊണ്ട് ഉണ്ടാവും. എല്ലാ അമാവാസിക്കും ക്ഷേത്രം രാവിലെ മുതൽ വൈകുന്നേരം വരെ തുറന്നിരിക്കും. ഈ പൂജകൾ ബുക്ക് ചെയ്യുന്നതിന് ഈ വാട്സപ്പിലെ നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കണം. കാലഭൈരവ സ്വാമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാക്കുന്നതിനും ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടതുണ്ട്. ഭക്തജനങ്ങളുടെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുന്നതിന് ഭഗവാനെ പ്രാർത്ഥിച്ച തീർച്ചയായിട്ടും പുണ്യവും ഭാഗ്യങ്ങളും നമുക്ക് കിട്ടും. പൗരാണിക കാലത്ത് ഈ ആനപ്പട, കുതിരപ്പട, വീരാളി, പടയാളി, തേരാളി വച്ചിരുന്നത് പോലെ രാജവംശത്തിൽ മാന്ത്രികന്മാരെയും വച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ മന്ത്രവാദികളായിട്ടുള്ളതും വൈദ്യന്മാരും കൊട്ടാരം ജ്യോത്സ്യന്മാരും പൂജാരിമാരും ഭക്തന്മാരും സിദ്ധന്മാരുമായിട്ട് ജീവിച്ചിട്ടുള്ളവരുടെ പാരമ്പര്യ ദേവതകൾ കൂടിയാണ് ഈ കാലഭൈരവ സ്വാമി. കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ഗണപതി, ശാസ്താവ്, മുരുകൻ, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ശിവൻ ശരഭാമൂർത്തിയായിട്ടും ഏത് ദോഷത്തെയും മാറ്റുന്ന ശിവനാണ് ശരഭാമൂർത്തി. ഓം നമോ ഭഗവതേ പ്രളയകാലാഗ്നി രുദ്രായ ദക്ഷ ജ്വര ധ്വംസകായ മഹാശരഭായ മമ ശത്രു മൃത്യു ഛേദം കുരു സ്വാഹ. ഇതാണ് ശരഭ മന്ത്രം. അപ്പോൾ ശരഭാമൂർത്തിയെ കാണിച്ച തൊഴുത കണ്ട നമുക്ക് പ്രളയത്തിൻ്റെയും കാലത്തിൻ്റെയും അഗ്നിയുടെയും ദേവനാണ്. ദക്ഷനെയും ജ്വരനെയും ധ്വംസിച്ച ആളാണ്. ദക്ഷൻ എന്ന് പറയുന്നത് പാർവതിയുടെ പൂർവജന്മം. നമുക്ക് പാർവതിയുടെ പൂർവജന്മം ആയിരുന്നു. ശിവനെ സ്നേഹിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി ഒരുപാട് തപങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ശിവന് ആ ബന്ധത്തിൽ അല്ലെങ്കിൽ അവരുടെ ബാല്യ ചാവല്യം എന്നുള്ള രീതിയിൽ അതിന് താല്പര്യമില്ലാതെ ഇരുന്ന സമയത്ത് പഞ്ചാഗ്നി മധ്യത്തിൽ തപസ് ചെയ്ത് അവരുടെ സൗന്ദര്യവും കോമളമായ ശരീരവും ചൂടുകൊണ്ടിങ്ങനെ കത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്നേഹ വാത്സല്യം ഉള്ള ഒരു ഭക്തിയുടെ അതേപോലെ ഇഷ്ടത്തിൻ്റെയൊക്കെ ഒരു പ്രധാനത്വമാണ് അവിടെ ഉള്ളതെന്ന് കരുതി അങ്ങനെ ഈ ശരിക്കും ഈ പറയുന്ന ദേവിയെ പാർവതിയുടെ പൂർവജന്മമായിട്ടുള്ള ദേവിയെ സ്വീകരിക്കുകയും ശിവനെ പ്രേമിച്ച കാരണം കൊണ്ട് സതീദേവിയെ ശിവൻ ഭാര്യയായിട്ട് സ്വീകരിക്കുകയും അങ്ങനെ ദക്ഷൻ്റെ പുത്രിയായ സതി സന്തോഷത്തോടു കൂടി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അവർ
ദക്ഷൻ ഒരു യാഗം നടത്താൻ തീരുമാനിച്ച സമയത്ത് പരമശിവനെയും സതീദേവിയെയും മാത്രം ആരും വിളിച്ചില്ല. എല്ലാ ദേവന്മാരെയും എല്ലാവരെയും വിളിച്ചു. അങ്ങനെ സതിക്ക് അച്ഛൻ നടത്തുന്ന യാഗ ഹോമ കർമ്മങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് നേരെ ചെല്ലുകയും അങ്ങനെ നികൃഷ്ടനും അതേപോലെ ഒരു ശ്മശാനത്തിലെ ചാമ്പലും വാരി തേച്ച് മാംസപിണ്ഡങ്ങളും ഭക്ഷിച്ച് നടക്കുന്ന ഒരു യോഗ്യതയില്ലാത്ത ഒരുത്തൻ്റെ എല്ലാം നീ ഇറങ്ങിപ്പോയെന്നുള്ള വാശിയോടുകൂടി സതിയെ പരിഹസിക്കുകയും അങ്ങനെ ആ വിഷമം താങ്ങാൻ പറ്റാതെ സതി ഹോമകുണ്ഡത്തിൽ ചാടി മരിച്ചതായിട്ടുമാണ് കഥ. അതിൽ കോപിഷ്ഠനായ ശിവൻ വരികയും ദക്ഷനെ നശിപ്പിക്കുകയും ചെയ്ത ഒരു കഥയുണ്ട്. അപ്പോൾ എത്ര വലിയ ദുഷ്ടനെയും ദഹിപ്പിക്കാനും നശിപ്പിക്കാനുമുള്ള കഴിവ് ഈ ശരഭ മൂർത്തിക്കുണ്ട്. ദക്ഷ ജ്വര ധംസക ദക്ഷനെയും ജ്വരം എന്ന് പറയുമ്പോൾ എലിപ്പനി, പുലിപ്പനി, ഡെങ്കിപ്പനി, കഴുതപ്പനി, കൊറോണപ്പനി ഇങ്ങനെയുള്ള എല്ലാ പനികൾക്കും പണ്ട് പറയുന്ന പേരാണ് ജ്വരം. അപ്പോൾ ജ്വരം പിടിച്ച് നമ്മളെ നാട്ടിലുള്ള എല്ലാ മൃഗങ്ങളും പക്ഷികളും ജന്തുക്കളും മരിച്ചുപോയി. അപ്പോൾ ഇവിടുത്തെ മാന്ത്രികന്മാരും വൈദ്യന്മാരും താപസന്മാരും യാഗ ഹോമങ്ങളൊക്കെ നടത്തുന്ന ഋഷികളും ആചാര്യന്മാരും എല്ലാം കൈലാസത്തിൽ ചെന്ന് ഭഗവാനുടെ സങ്കടം ഉണർത്തിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാരും മനുഷ്യരും മൃഗങ്ങളും ജന്തുക്കളും പക്ഷികളും ഒക്കെ മരിച്ചു പോകുന്നു. ഭഗവാനെ ഇത്രയും യാഗ ഹോമങ്ങൾ ചെയ്തിട്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ദുരിതം വർദ്ധിച്ചു വരണം എന്നുള്ളതായിരുന്നു ചോദ്യം. അങ്ങനെ കൈലാസത്ത് പോയപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ കാര്യങ്ങളൊന്നും എനിക്ക് അറിയാനേ പറ്റിയില്ല, ഞാൻ നോക്കിക്കോളാം. വയസ്സായ ആൾക്കാരുടെയൊക്കെ പറഞ്ഞു, നിങ്ങൾ കൈലാസത്ത് താമസിക്കണമെങ്കിൽ താമസിക്കുകയും പോകണ്ട, ചെറുപ്പക്കാരാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ പോയി എല്ലാവർക്കും വേണ്ട യാഗഹോമ കർമ്മങ്ങളും ഔഷധങ്ങളും ചികിത്സകളും ഒക്കെ കൊടുത്ത് നിങ്ങളുടെ സ്നേഹം കൊണ്ട് നിങ്ങളുടെ നാട് സർവ പ്രജകൾക്കും നല്ലത് വരുത്തണം, നിങ്ങൾ പോകണമെങ്കിൽ പൊയ്ക്കോന്നു. അങ്ങനെ അവിടെ നിന്ന ആൾക്കാർ എന്നെ ഇത് പറഞ്ഞു തീർന്നതിന് മുമ്പേ കുറേ ആൾക്കാർ അവിടെ വീണ് മരിക്കാൻ ഇടയായി. അപ്പം കൈലാസത്തിൽ അഭയം പ്രാപിച്ച് ചെന്നവർക്ക് ഇത്രയും വലിയ ദോഷം എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതൊരു വിഷമത്തിലായിരുന്നു. അങ്ങനെ ശിവൻ നോക്കിയപ്പോൾ അവിടെ ഒരു കാര്യവും കാണാനില്ല, എങ്ങനെ മരിച്ചതെന്നൊരു അറിവുമില്ല. അങ്ങനെ കോപാഗ്നി തൃക്കണ്ണങ്ങോട്ട് വിടർത്തി കോപാഗ്നിയും കാലാഗ്നിയും അങ്ങോട്ട് പകർത്തിയപ്പോൾ അവിടെ ഒരു പർവ്വതം പോലെ ഒരു ഭസ്മം കൊണ്ടൊരു പർവ്വതം ഉണ്ടായി. എന്ന് വെച്ചാൽ കാണാൻ പറ്റാത്ത അദൃശ്യ രൂപിയാണ് ഈ പറയുന്ന ഈ ജ്വരൻ എന്ന് പറയുന്ന ഒരു അസുരൻ. അപ്പോൾ കാണാൻ പറ്റാത്ത അദൃശ്യരൂപിയായ ജ്വരൻ ഈ എലിപ്പനി, പുലിപ്പനി, ഡെങ്കിപ്പനി, കഴുതപ്പനി, കൊറോണപ്പനി ഒക്കെ വരുത്തുന്ന ഒരു ദുഷ്ടൻ ഈ കോവാഗ്നിയിൽ ദഹിച്ച് ചാമ്പലായതാണ്. അങ്ങനെ ദക്ഷനെ ജ്വരന് ധ്വംസിച്ച ആളാണ്, മഹാശരഭനാണ്. ധ്വംസിക്കുക, ഇല്ലാതാക്കുക, കൊല്ലുക. മഹാശരഭാമൂർത്തിയാണ്. മമ ശത്രു മൃത്യു ഛേദം ഗുരു സ്വമ്ര ശത്രുദോഷങ്ങളും മൃത്യുദോഷങ്ങളും മാറിക്കിട്ടണം എന്നാണ് ശരഭാമൂർത്തി, ശരഭാമന്ത്രം. ശരഭാമൂർത്തി കൊണ്ട് സർവവിദ്യകളും സർവദൈവങ്ങൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന കൈലാസ പർവ്വത്തിങ്കൽ സ്ഫടികം കൊണ്ടുണ്ടാക്കിയ മണ്ഡപത്തിലിരുന്ന് ജ്ഞാനസ്വരൂപനായിട്ടിരുന്ന് അങ്ങനെ ദേവന്മാർക്കും ഇന്ദ്രൻ, വസിഷ്ഠൻ, ബൃഹസ്പതി മുതലായ ദേവന്മാർക്കും ഋഷികൾക്കും വിദ്യകളൊക്കെ ഉപദേശിച്ചു കൊടുക്കുന്ന ശിവനെയാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ദക്ഷിണാമൂർത്തി ഉണ്ട് അവിടെ. മൃത്യുഞ്ജയമൂർത്തി രോഗങ്ങളും ആപത്തുകളും അപകടങ്ങളൊക്കെ മാറ്റുന്ന ആളാണ് മൃത്യുഞ്ജയമൂർത്തി. ഇങ്ങനെയുള്ള ദേവതകളുടെയൊക്കെ ചൈതന്യം അവിടെ ഉണ്ട്. അപ്പോൾ ജാതക ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് പരിഹാരങ്ങൾ ചെയ്ത ചിലതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പിന്നെ ഈ അല്പ മധ്യചിരായുഷ എന്നാണ്. അല്പായുസുള്ളവർ ജനിക്കും, മധ്യായുസുള്ളവർ ജനിക്കും, ദീർഘായുസുള്ളവർ ജനിക്കും. അപ്പം ജനിക്കുമ്പോഴേ ഈ ആയുസ് അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്ത് വിടുന്നതാണ്. അപ്പോൾ കുറേയൊക്കെ ഭക്തിയും ഭഗവാനെ ഭജിക്കുകയൊക്കെ ചെയ്താൽ ചിലപ്പോൾ അല്പായുസുള്ളവർക്ക് ദീർഘായുസ് കിട്ടും. അപ്പോൾ ഈ ദോഷങ്ങൾ കൂടുതൽ വരുമ്പോൾ ഒരു കഷ്ടപ്പെടുന്ന ഒരാൾ കുറച്ചൊക്കെ ഭഗവാനെ ഭജിക്കുമെങ്കിലും ചിലപ്പോൾ അവർക്ക് ഭജിച്ചിട്ടൊരു ഗുണവും കിട്ടിയില്ലെന്ന് തോന്നി ഭക്തി തന്നെ ഉപേക്ഷിച്ച് കളയുമ്പോഴാണ് നമുക്ക് കുഴപ്പങ്ങൾ കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ച
എല്ലാ വിഷമതകളും മാറും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് കാലഭൈരവനെ വന്ന് തൊഴുവാൻ പറ്റുമെങ്കിൽ അത് വളരെ പുണ്യമായിരിക്കും. കാരണം 10 കൈകളുള്ള ഒരൊറ്റ കല്ല് ചേർത്തിട്ടുള്ള 10 അടി പൊക്കമുള്ള ഒരു വിഗ്രഹമാണ് കാലഭൈരവ സ്വാമിയുടെ വിഗ്രഹം. അവിടെ താന്ത്രികപരമായിട്ടുള്ള പൂജകളും മാന്ത്രികന്മാരുടെ പൂജകളും കൗളവാചാരം, ഭക്തന്മാർക്ക് തന്ത്രവും തന്ത്രവും അറിഞ്ഞൂടാത്തവർക്കും ആ ഭഗവാനെ പ്രാർത്ഥിച്ച് ചെയ്യുന്ന പൂജകളും ഒക്കെ നമുക്ക് പൂർണ്ണ ഗുണം കിട്ടുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളും എല്ലാ അമാവാസി തോറും കാലഭൈരവ ക്ഷേത്രത്തിൽ വന്ന് പറ്റുമെങ്കിൽ ദർശനങ്ങൾ നടത്തി നിങ്ങൾ പ്രാർത്ഥിച്ച എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും. പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഈ ഫോണിൽ കാണുന്ന മൊബൈൽ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും അഭിവൃദ്ധിയും സമ്പത്തും സന്തതിയും വ്യാപാര പ്രവർത്തന നേട്ടങ്ങളും സുഹൃതങ്ങളും ധനാഗമങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.